നമ്മുടെ ജീവിതത്തിൽ കടന്നു പോണ ഓരോ ദിവസങ്ങളും നമുക്ക് സ്പെഷ്യലാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലുള്ള ഓരോരുത്തരും നമുക്ക് സ്പെഷ്യലാണ്. അപ്പോൾ അവർക്ക് നമുക്ക് എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കി കൊടുത്താൽ മതിയോ? പോരാ, ഒരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കി കൊടുത്താലോ? അപ്പോൾ നമുക്ക് ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്തും കരിവേപ്പിനും വറ്റൽമുളകും ചേർത്തെടുത്ത് നല്ല പൊളിന്ന് മൂപ്പിച്ചെടുക്കുക. നല്ലോണം മൂപ്പിച്ചെടുത്ത് ആ തേങ്ങാക്കൊത്തിനൊക്കെ നിറം മാറുന്ന വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് വലിയ ഒരു സവോള, ഒരു 3 സവോള എടുത്തോളി. അത് നല്ല പോലെ കനം കുറച്ച് അരിഞ്ഞത് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ സവോളയൊക്കെ നല്ല പൊളിന്ന് വഴറ്റിക്കെടുത്ത് ഒരു ബ്രൗൺ കളറാവുന്ന വരെ നല്ലോണം വഴറ്റണേ. അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കിലോ ചിക്കൻ്റെ കണക്കാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 3 വലിയ തക്കാളി എടുത്ത് അതിൽ നല്ലോണം പുഴുങ്ങെടുത്ത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. അതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം വലിയ ജീരകം, ഒരു 2 തണ്ട് കരിവേപ്പില, പിന്നെ ഒരു 4 കഷ്ണം ചെറിയ 4 കഷ്ണം ഇഞ്ചി, ഒരു 4-5 വെളുത്തുള്ളി, പിന്നെ 1/2 സ്പൂണോളം നമുക്ക് ബിരിയാണി മസാലയും ഗരം മസാലയും വേറെയാണ്. അത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് അതിന് ശേഷം നമ്മൾ ഉള്ളിയൊക്കെ നല്ലോണം ബ്രൗൺ കളറായിക്കണേ അതിലേക്ക് നമുക്ക് നമ്മുടെ മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ മസാലയൊക്കെ അതിലേക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ലൈറ്റ് കളറായിട്ട് ഇങ്ങനെ വരും. ലൈറ്റ് കളറായിട്ട് തന്നാൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 3 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഒരു 2 ടീസ്പൂണോളം മുളകും പൊടി, 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഇതാണ് വേണ്ടത്. ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ മസാലയൊക്കെ ഒന്ന് നല്ലോണം മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് കഴുകി വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ മസാലയും എല്ലായിടത്തേക്കും നാണ രീതിയിൽ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇവിടെ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചെറിയ 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ. അപ്പം നമുക്ക് ആ വെള്ളം കൂടി അതിലേക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് നല്ലപോലെ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ നല്ലപോലെ ഒന്നും കൂടി ഇളക്കി കൊടുത്താൽ മസാലയ്ക്കൊക്കെ ചിക്കനൊക്കെ ഇതേപോലെ ഒന്ന് താഴ്ത്തി കൊടുത്തതിന് ശേഷം പാകത്തിന് ഉപ്പ് ഒന്നും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ഉപ്പ് ഇളക്കി കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് നമുക്ക് മൂടി വെച്ചതിന് ശേഷം ആദ്യം ചെറിയ തീ ഒരു 10 മിനിറ്റ് ചിക്കൻ വേവാനും വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിനുശേഷം സ്പീഡ് കൂട്ടിന് ശേഷം കറിയൊക്കെ ഒന്ന് വറ്റി നമ്മുടെ ഗ്രേവി നമുക്ക് എത്രത്തോളം വേണം അതുപോലെ ആകണ രീതിയിലൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ 2 ചെയ്തതിന് ശേഷം നമ്മുടെ ഗ്രേവിയൊക്കെ ഇതേപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് നമുക്ക് പാകത്തിൽ ഗ്രേവി വയ്ക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിച്ചപ്പും കരിവേപ്പിലും ഇട്ട് കൊടുക്കുക. ഇനി നല്ലപോലെ ഇളക്കി കൊടുത്തേക്കണേ. അടിപൊളി ചിക്കൻ കറി റെഡി ആയില്ലേ? സ്പെഷ്യൽ തന്നെ. ഇതുണ്ടല്ലോ ബ്രെഡിൻ്റെ കൂടെ ആയാലും പത്തിരിൻ്റെ കൂടെ ആയാലും നെയ്ച്ചോറിൻ്റെ കൂടെ ആയാലും കിഡിലെ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ.